നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ അഭിപ്രായത്തിൽ മനുഷ്യനെ ഇളക്കാൻ രണ്ട് വഴികളാണ് ഉള്ളത്. ഒന്ന് ഭീതിയും മറ്റൊന്ന് താൽപര്യവും. 95% പേരെയും ഭയപ്പെടുത്തിയോ കൊതിപ്പിച്ചോ അനുസരിപ്പിക്കാൻ സാധിക്കും. ഈ സിദ്ധാന്തത്തിന്റെ പ്രയുക്താക്കളാണ് ഇന്നത്തെ ജ്യോതിഷികൾ. ഭാവിയിൽ വരാനിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി പ്രവചിച്ച് നമ്മളെ ഭയപ്പെടുത്തിയും വരാനിരിക്കുന്ന നേട്ടങ്ങളെ കൊതിപ്പിച്ചു കാണിച്ചും നമ്മളെ അവർ അനുസരിപ്പിക്കുന്നു. അത്തരത്തിൽ യന്ത്ര തന്ത്ര മന്ത്രക്കുരുക്കിൽ നമ്മളെ പെടുത്തി ധനം ആകർഷിച്ചെടുക്കുന്നു. ജ്യോതിഷം നമ്മൾ എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നത് നമ്മുടെ ഭാവി ശരിയാകുമോ, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നതാണ് ജ്യോതിഷം. എന്നാൽ അമ്പലപ്പുഴയിൽ ഒരു ജ്യോത്സ്യൻ്റെ പ്രവചനപ്രകാരം സ്വന്തം കുട്ടിയെ ഒരാൾ തലക്കടിച്ചു കൊന്നു. കൊല്ലത്ത് ഒരു വൃദ്ധമാതാവിൻ്റെ ശവശരീരം തോണ്ടിയെടുത്ത് അത് കായലിൽ കൊണ്ടൊഴുക്കി. ഇങ്ങനെ ഒരുപാട് അനാചാരങ്ങളും ആവശ്യമില്ലാത്ത പ്രവൃത്തികളും ജ്യോതിഷം കാരണം നടക്കുമ്പോൾ പകിട 13 ഇതിൻ്റെ സത്യാവസ്ഥയെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു എളിയ ശ്രമമാണ്. അതിൻ്റെ ഗ്രന്ഥകർത്താവായ രവിചന്ദ്രനുമായിട്ടുള്ള അഭിമുഖത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ജ്യോതിഷത്തെ വിമർശിക്കുമ്പോൾ ജ്യോതിഷികൾ പറയാറുള്ളത് നിങ്ങൾ പഠിക്കൂ, ആചാര്യന്മാരിൽ നിന്ന് പഠിക്കുന്നു എന്നൊക്കെയാണ്. എന്നാൽ വരാഹമിഹിരൻ്റെ ഹോരയിൽ ഒരുപാട് തെറ്റുകളുണ്ട് എന്ന് താങ്കൾ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഒന്ന് വിശദീകരിക്കൂ പ്ലീസ്. വരാഹമിഹിരൻ്റെ ബൃഹത് ജാതകത്തിലോ അല്ലെങ്കിൽ ബൃഹത് സംഹിതയിലൊക്കെ തെറ്റുകളുണ്ട് എന്നുള്ളത് പൊതുവിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പുള്ളി അന്നത്തെ നിലവിലുണ്ടായിരുന്ന ജ്ഞാന പദ്ധതിയിൽ ലഭ്യമായിരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനതൊരു വലിയ തെറ്റായിട്ട് കാണുന്നില്ല. പക്ഷേ പലപ്പോഴും വരാഹമിഹിരൻ ചില ഗ്രഹനിലകൾ വർണ്ണിക്കുന്നതിൽ 3 വർഷം കഴിഞ്ഞ് പ്രസവിക്കും. ചില ഗ്രഹനിലകളിൽ ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ് പ്രസവിക്കുമെന്നും, ചില സവിശേഷ ഗ്രഹനിലകളിൽ ഗർഭധാരണം നടന്നാൽ 12 വർഷം കഴിഞ്ഞ് പ്രസവിക്കുമെന്നും, ചില ഗ്രഹനിലകളിൽ ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ പ്രസവിക്കുന്ന പാമ്പിനെ ആയിരിക്കും എന്നൊക്കെ അദ്ദേഹം തട്ടിവിട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ വരാഹമിഹിരൻ ഉദാഹരണമായിട്ട് ഭൂകമ്പത്തെക്കുറിച്ചൊക്കെ എന്താ എഴുതിയിരിക്കുന്നത്? ഭൂമിയെ താങ്ങി നിർത്തുന്ന ചില ആനകളുണ്ടെന്നും ആനകൾ ക്ഷീണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനക്കം കാരണമാണ് ഈ ഭൂമി കുലുങ്ങുന്നത് എന്നൊക്കെയാണ്. അപ്പം അതൊക്കെ അന്നത്തെ ഒരു കാലത്തെ ജ്ഞാന പദ്ധതി. വരാഹമിഹിരൻ്റെ ഘോര തമാശകളാണ്. നിങ്ങൾ ഹോര എന്ന് പറയുന്നത് ഘോര തമാശകളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തെക്കാൾ എത്രയോ വലിയ മഹാനായിരുന്നു ആര്യഭട്ടൻ. ആര്യഭട്ടൻ ഒരിക്കലും ഈ ജ്യോതിഷികളുടെ മായ വലയത്തിൽ വീണു പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആര്യഭട്ടനെതിരെ ബ്രഹ്മപുത്രനും വരാഹമിഹിരനും വളരെ രൂക്ഷമായ ആക്രമണമാണ് നടത്തുന്നത്, കളിയാക്കുന്നുണ്ട്. ആര്യഭട്ടൻ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞു. അന്ന് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത് തന്നെ വലിയ ജ്ഞാനമല്ല. കാര്യം ആര്യഭട്ടന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 5-ാം നൂറ്റാണ്ടാണ്, അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടാണ്. അലക്സാണ്ടറല്ലേ, എറാസ്തോത്തനീസിന്റെ പൈതഗോറസിന്റെ കാലഘട്ടം തൊട്ട് തന്നെ ഗ്രീക്കിലൊക്കെ ഇങ്ങനെ ഭൂമി ഉരുണ്ടതാണെന്നുള്ള സങ്കല്പമുണ്ട്. എറാസ്തോത്തനീസ് BC 3-ാം നൂറ്റാണ്ടിലാണ് ഭൂമിയുടെ പെരിമീറ്റർ അളക്കുന്നത്, അതിൻ്റെ ഉപരിതല വിസ്തീർണം അളക്കുന്നത്. അപ്പം ഭൂമി ഉരുണ്ടതാണെന്ന് പലർക്കും അന്ന് അറിയാമായിരുന്നു, നൂറ്റാണ്ടുകളായിട്ട് അറിയാമായിരുന്നു. പക്ഷെ അതൊരിക്കലും ജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നില്ല. ആര്യഭട്ടൻ പിന്നീട് 6-ാം നൂറ്റാണ്ടിൽ പറയുമ്പോഴും ജനങ്ങൾക്കത് സ്വീകാര്യമല്ല. ബ്രഹ്മപുത്രൻ ചോദിക്കുന്ന ഭൂമി ഉരുണ്ടതാണെങ്കിൽ ഈ കെട്ടിടങ്ങളെല്ലാം തിരിഞ്ഞു വരുമ്പോൾ തലകീഴായിട്ട് വീഴുമോ, പക്ഷികളെല്ലാം പറന്നു പോകുമ്പോൾ എല്ലാം കൂടെ ഇടിച്ചു വീഴുമോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ തന്നെ ആര്യഭട്ടൻ ഈ തടിയിൽ നുഴഞ്ഞു കയറുന്ന പുഴു, അത് പോകുന്നിടം ആ പോകുന്ന വഴിയിൽ വരച്ചുണ്ടാക്കുന്ന ചിത്രങ്ങൾ പോലെയാണ് ആര്യഭട്ടൻ്റെ പുലമ്പലുകൾ എന്നാണ് ബ്രഹ്മഗുപ്തൻ പറഞ്ഞത്. അപ്പം ജ്യോതിഷികളുടെ വശംബദ്ധരാകാത്ത ഒരു ശാസ്ത്രജ്ഞനെ നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിമർശനങ്ങളും ഒക്കെ ആര്യഭട്ടനെ നേരിടുന്നുണ്ട്. വരാഹമിഹിരനും ബ്രഹ്മഗുപ്തനും അറിയാമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം. അവർക്കറിയാം ഈ ഗ്രഹണം എന്ന് പറയുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും നിഴൽ കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. അവർ ഈ ഗ്രഹണത്തിൻ്റെ മുഴുവൻ കാൽക്കുലേഷനകത്ത് ചന്ദ്രൻ്റെ വലിപ്പവും നിഴലും ഒക്കെയാണ് അവരെടുക്കുന്നത്. പക്ഷേ ജ്യോതിഷികളെ തൃപ്തിപ്പെടുത്താനായിട്ട് അവർ പറഞ്ഞു രാഹുവും കേതുവാണ്, വിഴുങ്ങുന്നതാണ് എന്നുള്ള രീതിയിൽ അവരതിനെ സാധൂകരിക്കുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. പിന്നെ താങ്കൾ ഈ അമ്പലപ്പുഴയിൽ കുട്ടിയെ കൊന്നു, തൊടുപുഴയിൽ അടിച്ചു കൊല്ലാൻ നോക്കി അച്ഛനും അമ്മയും വേണ്ടെന്ന് പറഞ്ഞു.
കൊല്ലത്ത് ഞങ്ങളുടെ സ്ഥലത്തിനടുത്താണ് അഞ്ചാലമൂട് കടവൂരി സ്ഥലത്ത് അവിടെയാണ് തേവള്ളി കായലെടുത്തൊഴുകി അമ്മയുടെ മൃതദേഹം എടുത്ത് 8 വർഷത്തിന് ശേഷം കുത്തിയിളക്കി കായലൊഴിച്ചു. ഇതൊക്കെ പത്രത്തിൽ വന്ന കാര്യങ്ങൾ. പത്രത്തിൽ വരാത്ത കാര്യങ്ങൾ ആയിരക്കണക്കിന് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധിയായിട്ട്. ഇതെല്ലാം പറഞ്ഞ ജ്യോതിഷികളെന്ന് പറയുന്നത് അവർ വിഡ്ഢികളൊന്നുമല്ല. അവരൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ ആ നാട്ടിലെ അറിയപ്പെടുന്ന ജ്യോതിഷികളാണ്. അവരൊരുപാട് ശരിയായ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള ജ്യോതിഷികളാണ്. ജ്യോതിഷി എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തർ പറയും അത് പഠിക്കാത്ത ജ്യോതിഷിയാണ്, വ്യാജ ജ്യോതിഷിയാണ്. ജ്യോതിഷികളുടെ ഇടയിൽ അങ്ങനെ നല്ല ജ്യോതിഷി മോശം ജ്യോതിഷി ഇല്ല. പിടിക്കപ്പെട്ടവരും പിടിക്കപ്പെടാത്തവരും എന്നേ ഉള്ളൂ. ആൾദൈവങ്ങളുടെ കണക്കാണ്. അപ്പോൾ അവിടെ ഒരു നല്ലതും ചീത്തയൊന്നുമില്ല. ഇവർ പൊതുവിൽ മറ്റെന്ന് പറഞ്ഞാൽ കാലാവസ്ഥ പ്രവചനം നടത്തുമ്പോൾ ഒരുപാട് തെറ്റ് പോകുന്നില്ലേ. ജ്യോതിഷ പ്രവചനം അങ്ങനെയല്ല, നിങ്ങൾ എടുത്താൽ പോരെ, അതൊക്കെ ശരിയാണ്. ഇത് പൂർണ്ണമായും തെറ്റാണ്. കാരണം കാലാവസ്ഥ പ്രവചനം ശരിയാകാറുണ്ട് ജ്യോതിഷത്തെക്കാൾ. ഒന്ന്, ഇപ്പം തന്നെ ഇപ്പോൾ ഒരു കൊടുങ്കാറ്റ് വന്നു, ഒറീസ തീരങ്ങളിലൊക്കെ ആഞ്ഞടിച്ച ഫൈലിൻ എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് വന്നു. അതിൻ്റെ കൃത്യമായ പ്രവചനം കാരണമാണ് നമ്മൾ നാശനഷ്ടങ്ങളും മരണസംഖ്യയും വൻതോതിൽ കുറയ്ക്കാൻ. അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട്. ജ്യോതിഷ പ്രവചനങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ഗുണമില്ല. ഒന്ന്. രണ്ട്, കാലാവസ്ഥ പ്രവചനത്തിലെ വേരിയബിൾസ് എല്ലാം ഓൾവേസ് ഷിഫ്റ്റിംഗ് ആണ്. ഇപ്പോൾ പറയുന്നത് ഒരു ചുഴലിക്കൊടുങ്കാറ്റ് ഇന്ത്യൻ മഹാസമുദ്ര തീരം കടന്ന് കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് പറയുന്നത്. അപ്പോൾ വരാനുള്ള സാധ്യത ഭൂമിയുടെ ഇത് കറക്കം, റേഡിയേഷൻ, സോളാർ റേഡിയേഷൻ, സൂര്യൻ്റെ താപവിതരണം, പിന്നെ ആർദ്രത അതേ കണക്ക് നിലനിൽക്കാനുള്ളത്, വേറെ കാറ്റുണ്ടാകാതിരിക്കാനുള്ള, ഇങ്ങനെ ഒരുപാട് എപ്പോഴും സദാ മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വേരിയബിൾസിനെ ആശ്രയിച്ചാണ് ഈ കാലാവസ്ഥ പ്രവചനം നടത്തുന്നത്. കാലാവസ്ഥ പ്രവചനത്തിലെ ഓരോ ഘടകങ്ങളും മാറാം. അപ്പം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ വെച്ചാണ് നമ്മളൊരു പ്രവചനം നടത്തേണ്ടത് കാലാവസ്ഥയിൽ. ജ്യോതിഷത്തിൽ ആ പ്രശ്നമേ ഇല്ല. ജ്യോതിഷത്തിൽ ചന്ദ്രൻ ഇന്ന രാശിയിൽ വരുമ്പോൾ എന്ന് പറയുമ്പോൾ കൃത്യമായി ചന്ദ്രൻ ആ രാശി വന്നിരിക്കും. സൂര്യൻ ഇന്ന രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആ സമയമാകുമ്പോൾ സൂര്യൻ പ്രവേശിച്ചിരിക്കും. അല്ലാതെ ഇവിടെ കാറ്റ് മാറിപ്പോകുന്നതിൻ്റെയോ ആർദ്രത കൂടുന്നതിൻ്റെയോ വേറൊരു കാറ്റ് വരുന്നതിൻ്റെയോ മഴ വരുന്നതിൻ്റെ ഒന്നും പ്രശ്നങ്ങൾ ഉദിക്കുന്നില്ല. അപ്പോൾ കാലാവസ്ഥ പലപ്പോഴും അതൊരു ശാസ്ത്രമാണെങ്കിലും അതിലെ പ്രവചനങ്ങൾ ഫലിക്കാതെ പോകാൻ കാരണം ആദ്യം പ്രവചനം നടത്തുന്നതിന് ആസ്പദമാക്കിയ വേരിയബിൾസ്, ഘടകങ്ങൾ മാറി മാറി പോകാറുണ്ട്. ജ്യോതിഷത്തിൽ അങ്ങനെ മാറിപ്പോകുന്ന പ്രശ്നമില്ല. എന്നിട്ടും ജ്യോതിഷം വമ്പൻ പരാജയമായിട്ട് പറയുകയാണ് കാലാവസ്ഥാ പ്രവചനം പോലെ. ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാണ് സത്യം. മിക്കവാറും എല്ലാ ജ്യോതിഷ വിമർശന ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ജ്യോതിഷത്തെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുടെ ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷെ താങ്കളുടെ ഗ്രന്ഥത്തിൽ ആ പാറ്റേൺ സ്വീകരിച്ചു കാണുന്നില്ല. താങ്കളത് പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുമുണ്ട്. മിക്കവാറുമുള്ള വിമർശനത്തിൽ പറയുന്നത് ജ്യോതിഷം ശരിയാണ്, അതിൻ്റെ ഫലപ്രവചന ഭാഗമാണ് തെറ്റ് എന്ന്. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു അതിനെ? അല്ല, ജ്യോതിഷം രണ്ടാണല്ലോ. ഇപ്പോൾ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന വാനനിരീക്ഷണ ശാസ്ത്രം, ഗോളശാസ്ത്രം, അതൊരു ശാസ്ത്രം തന്നെയാണ്. പണ്ട് വളരെ അവികസിതമായിരുന്നു. ഇപ്പോൾ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ചൊവ്വയിലേക്ക് വരെ റോക്കറ്റ് വിട്ടിട്ടുണ്ട്, പേടകം വിട്ടിട്ടുണ്ട്. അതേസമയം താങ്കൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ സാധാരണ രീതിയിൽ നിന്ന് വിഭിന്നമായ ഒരു സമീപനം. ഇപ്പം ഞാൻ ജ്യോതിഷ വിമർശന ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തെല്ലാം പൊതുവിൽ കാണുന്നത് ജ്യോതിഷം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആ മെക്കാനിസം വിവരിക്കാനായിട്ടും കോളങ്ങളും വരച്ച് ഇത്. അതുകൊണ്ട് ഇറ്റ്സ് എ ഹൈലി എഡ്യൂക്കേഷണൽ വാല്യൂ ഉണ്ട്. പക്ഷെ ഇത് അറിയുക എന്നുള്ളത് കൊണ്ട് കാര്യം വെച്ചാൽ ഇത് അറിയുമ്പോഴും ഉണ്ടാകുന്നൊരു ധാരണ, ഈ ഇപ്പോൾ സൂര്യൻ, താങ്കൾ ആദ്യം പറഞ്ഞു, സൂര്യനെ ഒരു ഗോളമായിട്ടാണ് ജ്യോതിഷത്തിൽ കാണുന്നത്, അതുകൊണ്ടാണ് ജ്യോതിഷം തെറ്റാണ് എന്ന് പറയുന്നത്. ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ്, ചന്ദ്രനെ ഗ്രഹമായിട്ടാണ് കാണുന്നത്, സൂര്യൻ നക്ഷത്രമായിട്ടും ഗോളമായിട്ട് കാണുന്നു. ഇതൊക്കെയാണ് ജ്യോതിഷത്തിലെ തെറ്റ് എന്നാണ് പലരും പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അതൊന്നും ഒരു വിഷയമേ അല്ല. സൂര്യൻ ഗോളമായാലും ഗ്രഹമായാലും തമോഗർത്തമായാലും ജ്യോതിഷം വർക്ക് ചെയ്യുന്നതും ജ്യോതിഷം ശരിയാണെന്ന് തോന്നുന്നതും ഈ ഗോളങ്ങളോ ഗ്രഹങ്ങളോ ആയിട്ടോ അവയുടെ രാശിക്രമങ്ങളുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന പുസ്തകമാണിത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ കോഗ്നിറ്റീവ് സയൻസിൻ്റെ എനിക്ക് പോകേണ്ട മേഖലയെ അതല്ല. എനിക്ക് കോളം രാബു എന്നുള്ള കോളങ്ങൾ വരയ്ക്കുകയല്ല അവിടെ.
അതാണ് ഞാൻ ആദ്യം താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഞാനിതൊരു ജ്യോതിഷ പഠന സഹായി അല്ല, മറിച്ച് ഒരു വിമർശന ഗ്രന്ഥമാണ് എന്ന് പറയാനുള്ളത്. നാഡി ജ്യോതിഷത്തെക്കുറിച്ചും അതുപോലെ തന്നെ സംഖ്യാജ്യോതിഷത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതെല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലുള്ള പിന്നാമ്പുറം കളികളാണ് നമ്മൾ അനാവരണം ചെയ്യുന്നത്. ഇത് മാത്രമേ നമ്മളൊരു വിശ്വാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരൂ. അല്ല ചില വിചാരിക്കും ഞാൻ എങ്ങനെ ഈ ജ്യോതിഷം എല്ലാം പഠിക്കുക, രാശിക്രമങ്ങളുണ്ട്, പിന്നെ ഗോളങ്ങളുടെ സവിശേഷതകളുണ്ട്, കാരകത്വമുണ്ട്, ഇതൊക്കെ ഞാൻ എങ്ങനെ ഇരുന്ന് പഠിക്കുക, എനിക്കൊന്നും അറിയില്ലല്ലോ, എനിക്ക് സംസ്കൃതം അറിയില്ലല്ലോ എന്നൊക്കെ ഓരോരുത്തർ. അതിൻ്റെ ഒന്നും കാര്യമില്ല. നിങ്ങൾ ഇതിൻ്റെ ഒരക്ഷരവും പഠിക്കേണ്ട കാര്യമില്ല. കാര്യം ജ്യോതിഷി അവിടെ ഗോളങ്ങൾ വെച്ച് ചെയ്യുന്ന കാര്യം തന്നെയാണ് കൈ വെച്ച് ഓരോരുത്തരും, വെറ്റില വെച്ച് ഓരോരുത്തരും, അക്ഷരം വെച്ച് ഓരോരുത്തരും, സംഖ്യ വെച്ച് ഓരോരുത്തരും, ഞാനിവിടെ കാരം ജ്യോതിഷത്തിലും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യം എന്നാ? അതാണ് ഞാൻ അതിനകത്ത് ശരിയായിട്ട് ടേക്ക് ദ ബുൾ ബൈ ഹോൺ. അതാണ്, ദാറ്റ് ഈസ് വാട്ട് ഐ മെന്റ്. സാധാരണഗതിയുള്ള ഒരു പൊതുവിശ്വാസമാണ് കന്യകാശാപം, ബാലശാപം. അതിനെക്കുറിച്ചൊക്കെ ഇതിൽ എന്തൊക്കെയാണ് താങ്കൾ വിശദീകരിച്ചിട്ടുള്ളത്? സ്ഥലം വിടാൻ മടിക്കുന്ന കന്യകമാർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. സാധാരണ ഇതിൽ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും ഒരു കന്യക മരിച്ചിട്ടുണ്ട് ഇവിടെ എന്ന് പറയും. അതായത് അവളുടെ ശാപമാണെന്ന് പറയും. ജോലി സാധ്യത, കല്യാണം നടക്കാതെ പോവുക. ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സഹോദരിക്ക് ഒരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്കൊരു പ്രശ്നമായിട്ടോ ഒരു ജ്യോതിഷിയെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ പറയണ ബാലശാപമായിരിക്കും, കന്യകാശാപമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പറയുന്നത് ഇവിടെ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടെന്ന് പറയും. ഈ രണ്ട് കാര്യം ജ്യോതിഷി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇപ്പോൾ മുഹമ്മദ് ഖാൻ ചേട്ടനൊക്കെ പറയുകയാണ് നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളുടെ ഒരു ബാലമരണം നിങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറയും ബാലമരണം ഞങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു സാധനമില്ല. നിങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എവിടം വരെയാ? എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങും ഇല്ലാന്നിരിക്കട്ടെ, നിങ്ങൾ ഈ തലമുറയിലെ കാര്യമെല്ലാം പറയാൻ പറ്റുമോ? തൊട്ട് മുന്നേ തലമുറയിൽ ഒരു കുട്ടി മരിച്ചില്ല, ഒരു അബോർഷൻ ആയാൽ പോലും അത് ബാലശാപമായി. മനസ്സിലായില്ലോ? നിങ്ങൾ അതിന്റെ പരിഹാരം ചെയ്യേണ്ടി വരും. ഇനി കന്യകയുടെ കാര്യം നോക്കുക. കന്യകയുടെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു കന്യക ഞങ്ങളുടെ വീട്ടിലെ കന്യകയൊന്നും മരിച്ചിട്ടില്ല എന്ന് പറയണം. അപ്പോൾ നിങ്ങളുടെ വീട് നിങ്ങളുടെ അമ്മാവൻ്റെ അപ്പൂപ്പൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. അതിനകത്തും ഇല്ല. അപ്പോഴും ഇതേ വിഷയം വരുന്നുണ്ട് മുന്നേ. അതെ അല്ലേ? 14 വയസ്സിലോ 12 വയസ്സിലോ ഒരു കുട്ടി മരിക്കുക, ഒരു ടൈഫോയിഡ്. ഇത് നിങ്ങളെങ്ങനെ അറിയാൻ പറ്റുമെന്ന്? ഇപ്പൊ ജ്യോതിഷി പറയുന്ന ഈ കാര്യം ഫാൾസിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഈ കന്യാശാപം, ബാലശാപം, ഇതിന് കൃത്യമായിട്ടുള്ള മറുമരുന്ന് ജ്യോതിഷി എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പരിഹാരമുണ്ട്. ഈ പരിഹാരം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ജ്യോതിഷി പണം പിടുങ്ങാനുമായിട്ടുള്ള സുഭദ്രമായിട്ടുള്ള 2 ഡെപ്പോസിറ്റാണ് ഈ കന്യാശാപവും ബാലശാപവും. ഇത് രണ്ടും തെറ്റാണെന്ന് തെളിയിക്കാൻ ആർക്കും സാധിക്കില്ല. ഇനി ബാലശാപം എന്ന് ജ്യോതിഷി പറയുന്നു, നിങ്ങൾ വീട്ടിൽ ഫോൺ വിളിക്കുന്നു, വൈഫിനോട് ചോദിക്കുന്നു, അങ്ങനെ കുട്ടികൾ ആരെങ്കിലും മരിച്ചോടി? മരിച്ചു ചേട്ടാ, നമ്മുടെ അമ്മാവൻ്റെ മോള് ഭദ്ര 3 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയി, ഓർമ്മയില്ല? കണ്ണടിച്ചു പോയില്ലേ? ഈ ജ്യോതിഷി ആരായി? ഇത് ഫലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ വലിയ ഹീറോ ആയി മാറി. പക്ഷെ അയാൾ ഒരിക്കലും ഹീറോ ആവില്ല. കാര്യം എന്താണ്? നമുക്ക് ഉറപ്പില്ല. ഈ നാഡി ജ്യോതിഷികളിലേക്ക് ചെല്ലുമ്പോഴും നിങ്ങളുടെ വീട്ടിലൊരു ദുർമരണം ഉറപ്പായിട്ട് പ്രവചിക്കും. നിങ്ങളുടെ വീട്ടിലൊരു ദുർമരണം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളില്ലെന്ന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് എത്രയോ വലുതാകാം. നാത്തൂനോ നാത്തൂൻ്റെ 2ാം കെട്ടിലോ ഇങ്ങനെ പോകും. നമുക്കൊരിക്കലും തീർച്ചപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ഇന്ന് കുഴിത്തുറ രാജമാണിക്യ സ്വാമിയെ പരിചയപ്പെടുകയാണ്. സ്വാമി നമോവാകം ഏറ്റിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരാൾ ഡോക്ടറാകണമെങ്കിൽ അയാൾ MBBS പഠിച്ചിരിക്കണം. എൻജിനീയറിംഗ് പഠിച്ച ആൾക്ക് എൻജിനീയർ ആകാൻ സാധിക്കും. ഇന്ന് കച്ചവടക്കാർ പോലും സ്വന്തം മക്കളെ MBA പഠിപ്പിച്ചിട്ടാണ് കച്ചവടത്തിൽ ഇടപെടുത്തുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ക്വാളിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. താങ്കളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? സ്വാമിമാരുടെ യോഗ്യത എന്താണെന്ന് അറിയണം. അതെ, നിരന്തരമായ തപശ്ചര്യയിലൂടെ നേടിയെടുക്കുന്ന സിദ്ധി വൈഭവമാണ് സ്വാമിമാരുടെ യോഗ്യത. അതിന് സാധാരണ നിങ്ങളുടെ ഡോക്ടർമാർക്കും എൻജിനീയർമാർക്കും MBA-കാർക്കുമൊക്കെ ഏതാനും വർഷത്തെ
അഭ്യാസം കൊണ്ട് അത് നേടിയെടുക്കാവുന്നതാണ്. പക്ഷേ ഈ തപശ്ചര്യ ചെയ്ത് നേടിയെടുക്കുന്നത് നിരന്തരമായ തപസ്സിലൂടെ വളരെ വർഷങ്ങൾ ചിരകാലം തപസ് ചെയ്താൽ മാത്രമേ സിദ്ധിവൈഭവം നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. എങ്കിലും താങ്കൾ എത്ര കാലം ഈ തപസ്യ എപ്പോൾ എവിടെ ഒക്കെ അനുഷ്ഠിച്ചു? 246 മാസം 45 ദിവസം 96 മണിക്കൂർ ഇത്രയും തപസ് ചെയ്ത് ഘോര വനത്തിൽ തപസ് ചെയ്ത് ഉണ്ടും ഉണ്ണാതെയും കുടിച്ചും കുടിക്കാതെയും നിരന്തരമായ തപശ്ചര്യയ്ക്ക് ശേഷമാണ് എനിക്ക് സിദ്ധി ലഭിച്ചിട്ടുള്ളത്. അവിടെ വെച്ച് താങ്കൾക്ക് എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? അനുഭവങ്ങൾ ധാരാളം. വന്യമൃഗങ്ങളുടെ ഇടയിലാണ് ജീവിതം. അപ്പോൾ നാട്ടിലായാലും അത് തന്നെ ഗതി. അത് മൃഗങ്ങളാണ്, അത് വന്യമൃഗങ്ങൾ. ഓക്കെ. അങ്ങനെ ധാരാളം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ദൈവകൃപ കൊണ്ടാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. താങ്കൾക്ക് ഇങ്ങനെ തപസ് അനുഷ്ഠിച്ച് കിട്ടിയ സിദ്ധി എന്തായിരുന്നു? ഇന്ന് അമാനുഷികമായ പല കഴിവുകളും എനിക്ക്. അമാനുഷികമായ കഴിവുകൾ അസാധ്യമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അമാനുഷികം എന്ന് പറയുമ്പോൾ താങ്കൾ മനുഷ്യനല്ലാതായിത്തീരണം. അതെ, അങ്ങനെയാണ്. ആ ഒരു നിലയിലെത്തുമ്പോഴാണ് ഈ സിദ്ധി വൈഭവം സാധ്യമാകുന്നത്. താങ്കൾ മനുഷ്യനല്ലെന്ന് പറയുകയാണോ? എന്നല്ല, മനുഷ്യൻ വേറൊരു തലത്തിൽ, ദൈവത്തിൻ്റെ തലത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് തപസ്സി ആകുന്നത്. അത് ശരി, ദൈവത്തിൻ്റെ തലത്തിൽ എത്തി നിൽക്കുന്നത്. ഞാനൊരു ശാസ്ത്രപ്രചാരകനാണ്. ശാസ്ത്രത്തിൻ്റെ രീതി എന്ന് പറയുന്നത് എന്തിനെയെങ്കിലും വിശ്വസിക്കണമെങ്കിൽ അതിന് തെളിവുകൾ ശാസ്ത്രം ആവശ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് പ്രത്യേക സിദ്ധിയുണ്ട്, അമാനുഷികതയുണ്ട് എന്നൊക്കെ താങ്കൾ അവകാശപ്പെടുന്നു. അത് ഞാനും പ്രേക്ഷകരും വിശ്വസിക്കണമെങ്കിൽ താങ്കളുടെ അമാനുഷികത ഇവരെ പ്രകടിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എത്ര സിദ്ധിവിശേഷങ്ങൾ വേണമെങ്കിലും കാണിക്കാം. 1 or 2 മതി. എനിക്ക് ഹോമകുണ്ഡം കത്തിക്കുവാൻ തീപ്പെട്ടിയോ തീയോ ആവശ്യമില്ല. താങ്കൾ നേരത്തെ ഈ കർപ്പൂരം കത്തിക്കാനായിട്ട് തീപ്പെട്ടി എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയമാണ്, ഇത്രയും അമാനുഷികമായ ഒരാൾക്ക് തീപ്പെട്ടിയില്ലാതെ ഇത് കത്തിച്ചു കൂടെ എന്ന്. ഇപ്പം അത് തെളിയിക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നു എന്ന് തോന്നുന്നു. ആയിക്കോട്ടെ, നോക്കാം. എൻ്റെ കയ്യിൽ ചെറിയ ഹോമം. ശരി, ഞാൻ നെയ്യ് ഒഴിച്ച് അഗ്നിസ്ഫുലിംഗങ്ങൾ ആവാഹിച്ച് ഈ ഹോമകുണ്ഡം കത്തിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ശരി. സ്വാമി അഗ്നികുണ്ഡത്തിലേക്ക് നെയ്യ് ഒഴിക്കുന്നു എന്ന് തോന്നുന്നു. ഒരു ഹോമകുണ്ഡം അദ്ദേഹം ഒരുക്കി വെച്ചിട്ടുണ്ട്. തീയൊന്നും കാണുന്നില്ലല്ലോ സ്വാമി. സ്വാമി ആസാൻ അല്ല, സ്വാമി ആസാമി ആയില്ല, കത്തുന്നുണ്ട്. വെരി ഗുഡ്, വെരി വെരി ഗുഡ്. ഇനിയും വിശ്വാസമായില്ലെന്നുണ്ടോ? ഇനി വിശ്വാസം ആയില്ലെന്നുണ്ടോ? ഒരു വളരെ നല്ല സുന്ദരമായൊരു ചോദ്യമാണ് സ്വാമി എന്നോട് ചോദിച്ചത്. ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിത് വിശ്വസിക്കുമായിരിക്കും, പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം എനിക്കും ഇതൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു 268 മാസം 36 മണിക്കൂർ. അദ്ദേഹം തെറ്റിച്ചു പറഞ്ഞു 96 മിനിറ്റ് എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ കാര്യമാക്കി എടുക്കുന്നില്ല, ടങ് സ്ലിപ്പ് എന്ന് കണക്കാക്കി തള്ളിക്കളയുകയാണ്.
അദ്ദേഹം ഒരുക്കി വെച്ചിരുന്ന ഹോമകുണ്ടത്തിലേക്ക് നെയ്യ് ഒഴിച്ചുകൊണ്ട് തീ കത്തിച്ചു എന്നാണ്. ഇവിടെ ഞാനും ഹോമകുണ്ടം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നെയ്യല്ല, കെമിക്കലാണ്. അത് പിന്നീട് വിശദീകരിക്കാം. ഈ കെമിക്കലിനെ ഞാൻ ഈ ഹോമകുണ്ടത്തിലേക്ക് ഒഴിക്കുമ്പോൾ തീ കത്തുമോ എന്നെനിക്കറിയില്ല. എന്തായാലും ഞാനൊന്ന് ഒഴിച്ചു നോക്കട്ടെ. യെസ്, വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നൊരു മന്ത്രം കൂടി വേണമെങ്കിൽ ഞാനൊന്ന് ചൊല്ലാം. ഇതാ, സ്വാമിയല്ലാത്ത, ആസാമിയല്ലാത്ത ഞാനും നിങ്ങളുടെ മുമ്പിൽ ഒരു ദിവ്യാത്ഭുതം കാണിച്ചിരിക്കുകയാണ്. ഹോമകുണ്ടം നെയ്യ് ഒഴിച്ച് കത്തിച്ചു എന്ന വ്യാജേനയാണ് അദ്ദേഹം നെയ്യ് ഒഴിക്കുകയും കത്തുകയും. നമുക്കതൊന്ന് പരിശോധിക്കാം. ഈ പാത്രത്തിൽ കുറച്ച് പേപ്പർ തുണ്ടുകൾ ഇടും. ഇനിയും വെറുതെ നെയ്യൊഴിച്ചാൽ കത്തുകയും ഈ പേപ്പർ കൂനയിൽ ഉള്ളിൽ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. തരി പൊടിച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇനിയും കിണ്ടിയിൽ നെയ് എന്ന വ്യാജേന ഇതിൽ ഒഴിച്ചിട്ടുള്ളത് ഗ്ലിസറിനാണ്. ഓറൽ ഗ്ലിസറിൻ, മരുന്ന് കടയിൽ ലഭ്യമാകുന്ന ഓറൽ ഗ്ലിസറിനാണ് ഇതിനകത്ത് ഒഴിച്ചത്. അത് 1-2 തുള്ളി ഒഴിക്കുമ്പോൾ തന്നെ അത് പൊട്ടാസ്യം പെർമാംഗനേറ്റുമായിട്ട് പ്രതിപ്രവർത്തിച്ച് ചൂടുണ്ടാകുന്നു. അത് ഇങ്ങനെയുള്ള സൂത്രവിദ്യയിലൂടെ അല്ലാതെ ആർക്കും തന്നെ അത്ഭുതങ്ങൾ കാണിക്കുവാൻ സാധിക്കില്ല. അത്ഭുതങ്ങൾ അസാധ്യമാണ്. അത്ഭുതങ്ങളുമായിട്ട് ആളുകൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഏത് സ്വാമിയായാലും ഏത് പുരോഹിതനായാലും, പുരോഹിതന്മാരെ നിങ്ങൾ തിരിച്ചറിയൂ. അവർ പരാന്നഭോജികളാണ്. അവർ അധ്വാനിക്കുന്ന വിഭാഗത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇന്ന് ഏറ്റവും അധികം സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നത് ഏത് ചാളയിൽ ചെന്നാലും ഏത് ചേരിയിൽ ചെന്നാലും അവിടുത്തെ പാവങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുമ്പോൾ അവിടുത്തെ പാതിരിമാർ, അവിടുത്തെ പുരോഹിതന്മാർ ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവർ പരാന്നഭോജികളാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മാത്രമല്ല, ഇന്ന് കലാപം ഉണ്ടാക്കാൻ മുമ്പിൽ നിൽക്കുന്നതും ഈ പൗരോഹിത്യമാണെങ്കിൽ ആധുനിക സമൂഹത്തിൻ്റെ പേടിപ്പെടുത്തുന്ന ഒരു ദുസ്വപ്നമല്ല, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അത്യാപത്താണ് ഈ പൗരോഹിത്യവർഗം. ഈ പൗരോഹിത്യവർഗം സ്വീകാര്യത കിട്ടുവാൻ വേണ്ടിയിട്ട് സ്വാമിയുടെ വേഷമണിഞ്ഞ് മറ്റു വേഷമണിഞ്ഞ് ആൾ ദൈവങ്ങളായി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ ബുദ്ധിശക്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങളെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ചതിക്കുവാൻ വേണ്ടിയിട്ട്, നിങ്ങളെ വഞ്ചിക്കുവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പണം പിടുങ്ങി എടുക്കുവാൻ വേണ്ടിയിട്ട് മാജിക്കിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആൾ ദൈവങ്ങളായിട്ട്, പുരോഹിതന്മാരായിട്ട്, ദൈവങ്ങളായിട്ട്, സ്വാമിമാരായിട്ട് വരുമ്പോൾ തിരിച്ചറിയുക അത് സാധ്യമല്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഏറ്റവും അധികം ആൾദൈവമാകാൻ യോഗ്യതയുള്ളത് നമ്മുടെ പ്രിയങ്കരനായ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ്. കാരണം അദ്ദേഹത്തോളം മാജിക് അറിയാവുന്ന വ്യക്തി കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അദ്ദേഹം അത് ചെയ്യാത്തത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ബോധം കണ്ടാണെങ്കിൽ മനുഷ്യനെ ചൂഷണം ചെയ്യുക എന്ന ഒറ്റ ഉപാധിയോടുകൂടി ഇതുമായി വരുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിക്കൂ, തിരിച്ചറിയൂ. ഭാവി പ്രവചിക്കുന്നത് സാമാന്യവും തീയിലൂടെ നടക്കുന്നത് പരിശീലനവും ഭസ്മം സൃഷ്ടിക്കുന്നത് തട്ടിപ്പുമാണ് എന്നുള്ളത് നിർമുക്ത എന്ന വാക്കിനേക്കാൾ ലളിതമാണ്. ഉണരുക, എഴുന്നേൽക്കുക, പ്രവർത്തിക്കുക. ഇവിടെ തപസ്സിനിന്നേരം സത്യത്തിനൊത്തോരു തപമില്ല പോൽ, ആത്മശാന്തി പോലൊരു ബന്ധുവേരില്ല പോൽ. സത്യത്തിനൊത്തോരു തപമില്ല പോൽ, ആത്മശാന്തി പോലൊരു ബന്ധുവേരില്ല